ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തെർമോഡൈനാമിക്സിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് അല്ലെ ഇക്വേഷൻ എഴുതി കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇക്വിലിബ്രിയം അല്ലെ, ഇക്വിലിബ്രിയത്തിന്റെ കണ്ടന്റ് എഴുതുക, ക്വസ്റ്റ്യൻസ് പഠിച്ച് പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ. ആ ചാപ്റ്റർ ആണ് റിവിഷൻ ആയിട്ട് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന എല്ലാ രീതിയിലും കിട്ടി പോകണം കേട്ടോ. ഓക്കെ, കണ്ടന്റ് ഒന്ന് ഓർഡറിലൊന്ന് പറയാം, ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക, അപ്പൊ തന്നെ പറഞ്ഞു പോവാം. ഇക്വിലിബ്രിയം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, വാട്ട് യു മീൻ ഇക്വിലിബ്രിയം എന്തായിരുന്നു? Rate of is equal to rate of backward reaction. അപ്പോ rate of forward reaction is equal to rate of backward reaction. അങ്ങനെയാണ് ഇക്വിലിബ്രിയം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഈ ബ്ലൂ ലൈറ്റ് പോയൊന്ന് പറഞ്ഞു കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇക്വിലിബ്രിയം അങ്ങനെ തുടങ്ങി വെച്ചു. രണ്ടാമത് ഇക്വിലിബ്രിയത്തില് ഫേസ് ഇക്വിലിബ്രിയം ആണ് അല്ലെ. ഫേസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫേസുകളുണ്ട്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതെല്ലാം ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ഇക്വിലിബ്രിയം ആണ് വരുന്നത്. ഫേസ് ട്രാൻസ്ഫോർമേഷൻ. ആ ഫേസ് ട്രാൻസ്ഫോർമേഷനിൽ എന്തൊക്കെ വരും ഇക്വിലിബ്രിയത്തില്? സോളിഡ് ടു ലിക്വിഡ്, ഗ്യാസ് ടു ലിക്വിഡ് അല്ലെ, അങ്ങനെ വരുന്ന അതില്. അപ്പോ അവിടെ വരുന്ന ഇക്വിലിബ്രിയം ആണ്, അതിന് അത്ര ഇമ്പോർട്ടന്റ് ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം. അവിടെ നിന്നാണ് ആദ്യം ഇക്വിലിബ്രിയം ലോ ഒക്കെ വരുന്നത് അല്ലെ. ഇക്വിലിബ്രിയം ലോ, അവിടെ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഈക്വൽ ടു, അവിടെ നിന്നാണ് മെയിൻ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ തുടങ്ങുന്നത്. Kc ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? C raised to C, D raised to D, A raised to A, D raised to D. Then next Kp യുടെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു Kp? Kp equal to Pc raised to അല്ലെ. ഈ സ്ക്വയർ ബ്രാക്കറ്റ് അല്ല കൊടുക്കണ്ടേ, ഇവിടെ ഇങ്ങനെ കൊടുക്കണം, കാരണം സ്ക്വയർ ബ്രാക്കറ്റ് മോളാർ കോൺസെൻട്രേഷൻ ആണ് അതിന്റെ മീനിങ്. Pc raised to C, Pd raised to D ഡിവൈഡഡ് ബൈ എന്ത് വന്നു? Pa raised to A, then എന്ത് വരും? Pb raised to B. Then third relationship between Kp and Kc എന്തായിരുന്നു? Kp equal to Kc into RT raised to delta N. Delta N എന്ന് പറഞ്ഞാൽ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇങ്ങനെ തരാം, നിങ്ങൾ ആരും പറയണേ ചോദിച്ചോളൂ കേട്ടോ. ഈ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഡെൽറ്റ എൻ എത്രയായിരിക്കും? ബാക്കിൽ പറഞ്ഞു. -2. കാരണം എന്താ? 2 - 4 വരും അല്ലെ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ നിന്ന് 1 ഉണ്ട്. 3 + 1 4 അല്ലെ. അപ്പൊ 2 - 4 ആ രീതിയിൽ വരും. അപ്പൊ -2 വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് ഏത് ഇക്വേഷൻ ആയിരുന്നു? അല്ലെ. ഇത് കഴിഞ്ഞ ടോപ്പിക്കിലേക്ക് വരാം. pH ന്റെ ഒക്കെയാണ് അല്ലെ. അതിനിടയിലുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയായിരുന്നു? ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഹോമോജീനിയസിന് എക്സാമ്പിൾ പറയണം. ഏതാ പറഞ്ഞു? ഈ ഇക്വേഷൻ തന്നെ ഉണ്ടോ? ഓർത്തോ? ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിന്റെ എക്സാമ്പിൾ ഇതാണ്. ഇതെല്ലാം G ആണ് അല്ലെ. ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്, എല്ലാം ഗ്യാസ് ആണ്. ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിന് ഇത് എക്സാമ്പിൾ ആണ്. ഹെട്രോജീനിയസ് എന്താണ് എക്സാമ്പിൾ? ഓരോന്ന് അറിഞ്ഞു നോക്കണം. ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, അതിന്റെ ഡെഫിനിഷൻ പറയുന്നു. ഡിഫറെന്റ് ഫേസ് ആണ് അല്ലെ, ഓർത്ത് വെക്കാം. പക്ഷെ എക്സാമ്പിൾ എന്താണ്? CaCO3, അതിനെ ഹീറ്റ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? CaO + CO2. CaCO3 എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ്, ഷെല്ല്, മാർബിള് അല്ലെങ്കിൽ ടൈലൊക്കെ CaCO3 ആണ്. അത് സോളിഡ് ആണ്. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? CaO, അതും സോളിഡ് ആണ്. പക്ഷെ CO2 ഗ്യാസ് ആണ്. അപ്പോ സോളിഡും ഗ്യാസും വരുന്നുണ്ട്. അപ്പോ ഹെട്രോജീനിയസിന് എക്സാമ്പിൾ പറയുമ്പോൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഹെട്രോജീനിയസിന് വരുമ്പോൾ ഡിഫറെന്റ് ഫേസ് വരും കേട്ടോ. ഓൺലൈനിൽ വന്നേക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാം, നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ റിവിഷൻ ആണ് ചെയ്യുന്നത്. അതിന്റെ കണ്ടന്റ് കറക്റ്റ് ഓർഡറിൽ എഴുതി ഞാൻ നിങ്ങളോട് ചോദിക്കും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് പറയണം ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. നെക്സ്റ്റ് എല്ലാവരോടായിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കറക്റ്റ് ആയിട്ട്. നിങ്ങൾ ഗ്രിഗോറിയൻസ് അല്ലേ?
ഗ്രിഗോറിയൻസിന് എക്സാമ്പിൾ ഈ എക്സാം ഈ ജനുവരി 20 തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയണം. നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് തരാനാണ്. ആ സമയത്ത് നിങ്ങൾക്ക് സ്റ്റഡി സെക്ഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ചും കൂടി ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. ആ ഒരു ഏത് സ്കൂളാണോ അവരെ മാത്രമായിട്ട് നമ്മളൊക്കെ എടുത്തൊക്കെ തരാം. അപ്പോൾ എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ അല്ലേ. ലാസ്റ്റ് ഫിനിഷിംഗ് ടൈം ആണ്. അപ്പൊ ഇൻഡിവിജ്വലി അത് പറഞ്ഞു കേൾപ്പിച്ചാൽ മാത്രമേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ചെറിയ എക്സാം എന്ന് പറയുമ്പോൾ അല്ലെ കുഴപ്പമില്ല, കുറച്ചൊക്കെ പഠിച്ച് ബാക്കി കാര്യങ്ങളാണ്. വലിയ എക്സാം എന്ന് പറയുമ്പോൾ 9 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കൂടുതൽ ഇൻവോൾവ്മെന്റ് ടൈം കൂട്ടാൻ പറ്റും അല്ലെ. 9 ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് നമുക്ക്. അപ്പൊ 9 ചാപ്റ്റേഴ്സ് ഒരു ദിവസമൊക്കെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൽ എഫേർട്ട് കൂടുതലുണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്. അത് എന്താ പറയാ, നമ്മൾ പഠിച്ചിട്ട് ഒരുമിച്ച് പറയാൻ നോക്കണം. ഒരു ചാപ്റ്റർ പഠിക്കുന്ന 3 ചാപ്റ്റർ പഠിക്കുന്ന പോലെയല്ല. 9 ചാപ്റ്റേഴ്സ് ഫുൾ ത്രെഡിൽ കിട്ടണമെങ്കിൽ അത് എങ്ങനെ ഓർത്തു വെക്കണം, അത് പഠിച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മാർക്കാവുള്ളൂ. അതർവൈസ് നിങ്ങൾ പെട്ടെന്ന് പാനിക് ആവും കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ എക്സാമുള്ള ആൾക്കാർ നിങ്ങൾ ഇൻഡിവിജ്വലി മെസ്സേജ് അയക്കണം. ഇന്ന സ്കൂളാണ്, എക്സാം ആണെന്ന് പറഞ്ഞിട്ട്. തലേദിവസം അല്ല കേട്ടോ. ഇപ്പൊ ഇവർക്ക് ഇപ്പൊ എക്സാം ഉള്ളത് ഇപ്പൊ ഈ സമയത്ത് അവരെ അറിയിച്ചു. അതുപോലെ നിങ്ങൾ ടൈം ടേബിൾ ഒക്കെ മെസ്സേജ് അയച്ചു തന്നെ കേട്ടോ. അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വലി തന്നെ വെക്കാൻ പറ്റും. KV-ക്കാർക്ക് പിന്നെ കുഴപ്പമില്ല, എനിക്ക് അറിയാൻ പറ്റും. ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ലാസ്റ്റ് എക്സാം ആണ്, അടുത്ത മാസമാണ് എന്തായാലും. അപ്പൊ ഈ മാസം എക്സാം ഉള്ള ആൾക്കാരൊന്ന് പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം കഴിഞ്ഞിട്ട് അവിടെ വരുന്നത് QC ആണ്. റിയാക്ഷൻ കോഷ്യന്റ് QC ആൻഡ് KC റിലേഷൻഷിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് എന്തായിരുന്നു അല്ലെ, ആപ്ലിക്കേഷൻ ഓഫ് KC ഉണ്ട്. അവിടെയാണ് പ്രഡിക്ഷൻ ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. KC വെച്ചിട്ട് എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ മിഡിൽ എത്തുന്ന സമയത്ത് അയണിക് ഇക്വിലിബ്രിയം കേട്ടോ. ഓക്കെ, അയണിക് ഇക്വിലിബ്രിയത്തില് സോൾട്ട്, ആസിഡ്, ബേസ് ആൻഡ് സോൾട്ട്. ആസിഡ് വാട്ടറിൽ ഇടുമ്പോൾ അത് H+ റിലീസ് ചെയ്യും അല്ലെ. അപ്പൊ അവിടെ നിന്നാണ് ഒരു ടോപ്പിക് കൊണ്ടുവന്ന അരീനസ്, ബ്രൗൺസ്റ്റഡ് ലൗറി, പിന്നെന്താണ് അത് കഴിഞ്ഞാൽ ആരാണ് ആസിഡിന്റെ? ലൂയിസ്. ആരാണ്? ലൂയിസ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലൂയിസ് ആണ്. അരീനസ് ആസിഡിന്റെ ഡെഫിനിഷൻ എന്താണ്? ഏറ്റവും എളുപ്പമുള്ളതാണ്, 10th പഠിച്ചേക്കുന്നതാണ്. അതേ ഡെഫിനിഷൻ അങ്ങ് പറഞ്ഞാൽ മതി. ആസിഡിന്റെ ഡെഫിനിഷൻ 10th എങ്ങനെ ചോദിച്ചാൽ അത് അരീനസ് ആണ്. എന്തായാലും H+ റിലീസ് ചെയ്യും അല്ലെ. ആസിഡ് എന്തായിരുന്നു അല്ലെ. ഇനി ആസിഡ് എന്താണ്? H+ റിലീസ് ഇൻ ദ അഡീഷൻ ഓഫ് എ വാട്ടർ. OH റിലീസ് ചെയ്ത ബേസ്. അതാണ് ആര് പറഞ്ഞത്? അരീനസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറയുന്നത്. അരീനസ്. ബ്രൗൺസ്റ്റഡ് ലൗറി ഈ H+ പകരം അവിടെ ഉപയോഗിച്ച വേർഡ് ആണ് പ്രോട്ടോൺ. എന്താ ഉപയോഗിച്ചേ? പ്രോട്ടോൺ. ഇനി ലൂയിസ് ആണ് എല്ലാവരും ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. വാട്ട് യു മീൻ ലൂയിസ് ആസിഡ്? ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആസിഡ്, ഡൊണേറ്റ് ഇലക്ട്രോൺ ബേസ് കേട്ടോ. അപ്പോ ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആസിഡ്, ഡൊണേറ്റ് ഇലക്ട്രോൺ ബേസ്. അതാണ് ലൂയിസ് ആസിഡ് ആൻഡ് ബേസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ വരുന്ന pH എന്ന് പറയുന്ന ഏരിയ. അപ്പൊ ഈ ടോപ്പിക്ക് കഴിഞ്ഞിട്ടാണ് pH വരുന്നത്. pHയുടെ ഇക്വേഷൻ എന്തായിരുന്നു? pH മൈനസ് ലോഗ് എന്തായിരുന്നു? ഓഫ് H+ അയോൺ. മൈനസ് ലോഗ് ഓഫ് H+ അയോൺ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അല്ലെ? ഈ പറയുന്ന pHന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഈ H എന്തിന്റെ ബേസ് ആയിരിക്കണം? ബേസ് ഓഫ് 10ന്റെ ബേസിലായിരിക്കണം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ലോഗ് കുറച്ച് കാര്യങ്ങൾ അറിയണം. ലോഗ് 10 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആൻസർ 1. ലോഗ് 100 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ലോഗ് 10⁻³ അപ്പൊ എന്തായിരിക്കും? 3. കണ്ടോ? ഓക്കെ, 1000 അല്ലേ, അത് 3 ആണ് ആക്ച്വലി വരിക. പിന്നെ ലോഗ് 10⁻⁻4 ഉണ്ടോ? ഓക്കെ, -4 എന്ന് പറഞ്ഞ ഇവിടെ -4 വരും. ഈ -4ഉം മൈനസും ചേർന്ന് കഴിയുമ്പോൾ എന്താവും? +4. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഉണ്ടോ? ഓക്കെ, ഇവിടെയാണ് വരുന്നത്. അപ്പൊ അവർ തരുന്ന ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അവർ തരുന്നത് എങ്ങനെയായിരിക്കും? 0.0004 ഉണ്ടോ? അല്ലെങ്കിൽ ഇത് ഇവിടെ 1, കുറച്ചും കൂടി എളുപ്പമാക്കിയ 1 മോളാർ ഉണ്ടോ? ഓർത്ത് നോക്കാം. H+ അയോൺ ഇങ്ങനെ തരുവാണ് ആക്ച്വലി കേട്ടോ. pH എത്രയായിരിക്കും? 0.001 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10⁻⁻4 ഉണ്ടോ? ഓക്കെ ഉണ്ടോ? അപ്പൊ തന്നെ നമ്മള് 10⁻⁻4 കിട്ടി. അപ്പൊ pH ഈക്വൽ ടു എന്തായിരിക്കും അല്ലെ? മൈനസ് ലോഗ് 10⁻⁻4. മൈനസും എന്താവും? പ്ലസ് ആകും. അപ്പൊ 4 ആണ്. ഉണ്ടോ? ഓർത്ത് നോക്കാം. pH 4 ആയാൽ അത് എങ്ങനെയായിരിക്കും?
ആസിഡ് ഓർ ബേസ്? ആസിഡ്. ലെസ് ദാൻ 7 ആസിഡ്, ഗ്രേറ്റർ ദാൻ 7 ബേസ്. 7 വന്ന ന്യൂട്രൽ അല്ലെ. അപ്പൊ ആ പി എച്ചിന്റെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അവിടെയാണ്. ഇനി ഫോർത്ത് ടോപ്പിക് കഴിഞ്ഞാൽ, ഫോർത്ത് ഇക്വേഷൻ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇക്വേഷൻസ് കൂടി ഉള്ളൂ. ഇവിടെ വരുന്ന ഫിഫ്ത്ത്. ഇതിന്റെ ഇടയിൽ കുറെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട് അല്ലെ. ഫിഫ്ത്ത് എന്ന് പറയുമ്പോ പി വേണ്ട, കെയുടെ ഇക്വേഷൻ കെ എ ഇൻറ്റു കെ ബി ഈക്വൽ ടു എന്ത് വരും? കെ ഡബ്ല്യു. കേട്ടോ ഓർത്തോ. കെ ഡബ്ല്യൂയുടെ വാല്യൂ എന്താണ്? 10⁻⁻14. കേട്ടോ ഓർത്തോക്കാം. ഈ കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്നാണ്. കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അപ്പൊ കെ എന്താ? അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. കെ ബി എന്താ? അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ്. അയണൈസേഷൻ കോൺസ്റ്റന്റ് പേര് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. കേട്ടോ ഓക്കെ. അപ്പോ ഇത് ആസിഡ്, വീക്ക് ആസിഡ് ആണ്. ഇത് എന്താണ്? വീക്ക് ബേസ് ആണ്. കേട്ടോ ഓക്കെ. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് എന്ത് കിട്ടും? വാട്ടർ. വാട്ടർ എന്ന് പറയുമ്പോൾ ഇതിനെ വിളിക്കുന്ന അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. കേട്ടോ. അപ്പൊ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, പി കെ എ പ്ലസ് പി കെ ബി എച്ച് ഓഫ് കെ എ ആണ് അല്ലെ. അപ്പൊ എന്ത് കിട്ടും? പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 14. കേട്ടോ ഓക്കെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ വാല്യൂ തന്നിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. സിക്സ്ത് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ്. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് മിഡിൽ ഏരിയയിൽ ഈ ഇക്വേഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക് ബഫർ സൊല്യൂഷൻ. എന്താണ് ബഫർ സൊല്യൂഷൻ? ബഫർ സൊല്യൂഷൻ ആസിഡ് ഓർ ബേസ്. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ടെക്സ്റ്റുകളെ വേർഡും കൂടി ഒന്ന് പുതിയ എന്താണ്? സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഓഫ് പി എച്ച്. കേട്ടോ ഓർത്ത് നോക്കാം. സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഓഫ് പി എച്ച് ഇൻ ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്. ദാറ്റ് ഈസ് നോൺ ആസ് ബഫർ സൊല്യൂഷൻ. രണ്ട് ടൈപ്പ് ഉണ്ട്. ആസിഡ് ബഫർ സൊല്യൂഷൻ ഉണ്ട്, ബേസ് ബഫർ സൊല്യൂഷൻ. അതിന് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, അത് പഠിക്കണം. കേട്ടോ ഓർത്ത് നോക്കാം. പിന്നെ നെക്സ്റ്റ് ബഫർ സൊല്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ടോപ്പിക് ഉണ്ട്. എന്തായിരുന്നു അത്? ബഫർ സൊല്യൂഷന്റെ പോലെ കോമൺ അയോൺ എഫക്ട്. കോമൺ അയോൺ എഫക്ട്. എന്താണ് കോമൺ അയോൺ എഫക്ട്? കോമൺ അയോൺ എഫക്ട് ഒന്ന് നോക്കി, ഒന്ന് ഉറക്കനെ വായിച്ചു. ആ ഷിഫ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. ലേച്ചാർഡിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായി അല്ലെ. അതിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്ന ഷിഫ്റ്റ് ഇൻ ഇക്വിലിബ്രിയം, അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് അല്ലെ ഓഫ് ആസിഡ് ഓർ ബേസ്. കേട്ടോ. അപ്പൊ ഓർത്ത് നോക്കാം, ഒരു പെർട്ടിക്കുലർ ആസിഡിക് മീഡിയം ആണെന്ന് കരുതാം. അതിലേക്ക് ചെറിയ എമൗണ്ട് സെയിം സ്പീഷീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഷിഫ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്താവും? ഷിഫ്റ്റ് ആവും, ഫോർവേഡ് ഓർ ബാക്ക്വേർഡ്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമൺ അയോൺ എഫക്ട്. എക്സാമ്പിൾ ഉണ്ട്, CH3COH ഉണ്ട് അല്ലെ. നമ്മൾ എഴുതിയിട്ടില്ലേ അങ്ങനെ? CH3COH gives CH3CO minus and H plus. എക്സാമ്പിൾ എന്തായാലും എഴുതണം. ഈ കോമൺ അയോൺ എഫക്ട് ചോദിച്ചാലും ബഫർ സൊല്യൂഷൻ ചോദിച്ചാലും ഏറ്റവും കൂടുതൽ തിയറട്ടിക്കൽ ചാൻസ് ഉള്ളത് ഈ ചാപ്റ്ററിൽ ഇത് രണ്ടുമാണ്. ഈ രണ്ട് ടോപ്പിക്കാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് വളരെ ക്ലിയർ ആയിട്ട് ആ കോമൺ അയോൺ എഫക്റ്റും ഇതും പഠിച്ചു നോക്കണം. അതിനിടയിൽ കുറെ സോൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് സോലുബിലിറ്റി പ്രൊഡക്റ്റ്. എന്താണ്? BaSO4 എന്ന് പറഞ്ഞ സോളിഡ് ആണ്. അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അല്ലെ അതെന്താവും? Ba2+ and SO4 2-. അപ്പൊ ഏത് സോൾട്ട് വെള്ളത്തിലിട്ടാലും എന്താവും? അയൺ ആവും. NaCl വെള്ളത്തിലിട്ടാൽ എന്താവും? Na+ and Cl-. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും അല്ലെ. ഓക്കെ. ആ ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോലുബിലിറ്റി. ഉണ്ടോ? സോലുബിലിറ്റി. അതിന്റെ പ്രൊഡക്റ്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്കലി ആണ് ആക്ച്വലി വരുന്നത്. മാത്തമാറ്റിക്കലി S എന്ന് പറഞ്ഞാൽ സോലുബിലിറ്റി. ഉണ്ടോ? S എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോലുബിലിറ്റി. KSP എന്ന് പറഞ്ഞാൽ എന്താ? സോലുബിലിറ്റി പ്രൊഡക്റ്റ്. കേട്ടോ. അപ്പൊ S സോലുബിലിറ്റി, KSP അവർ തമ്മിലുള്ള റിലേഷന്റെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതാണ് ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. വേഗം ഈ 6 ഇക്വേഷൻ പെട്ടെന്ന് പഠിക്കുക, വേഗം എഴുതുക, ഇന്റർവ്യൂവിൽ കാണിക്കുക, നേരെ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ.
എഴുതിയോ? കാണാം കേട്ടോ? അത് കേട്ടോ കേട്ടോ? കേട്ടോ? കഴിഞ്ഞ ക്ലാസ് ഇക്വേഷൻസ് കിട്ടുമോ? എല്ലാ ഇക്വേഷനും കിട്ടുമോ? Polarity, molarity, mode fraction, mass percentage, empirical formula relation. Second application ഉണ്ടോ? കുറെ ഇക്വേഷൻ ഉണ്ടെന്നാ പറയേ. സാറ്റർഡേ വരുമ്പോൾ എഴുതിപ്പിക്കും ഞാൻ, എന്നിട്ട് വിടുള്ളൂ. തുടക്കം അങ്ങനെയാ കേട്ടോ. ഓക്കെ, ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിന്റെ എഴുതി പോകുമ്പോൾ അത് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനു മുമ്പത്തെ ഇക്വേഷൻസ് ആയിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, കാരണം എക്സാമിന് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ചാപ്റ്റർ അല്ലല്ലോ, എല്ലാ ചാപ്റ്ററും ആണ് കേട്ടോ. ഓക്കെ, അതിലെ ന്യൂമറിക്കൽ ഏരിയ ഇതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലാതെ തിയറി ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവാണ് ആക്ച്വലി. കമ്പാരിറ്റീവ്ലി മാത്തമാറ്റിക്കൽ ഏരിയക്ക് ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരും. അപ്പോ അത് അയച്ചു തരുമ്പോ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ വരുമ്പോ അത് പഠിച്ചിട്ട് വരണം. ഒപ്പം നമ്മുടെ ആ ബുക്കും കൂടി കൊണ്ടുവരണം കേട്ടോ. ഇനി നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. ബുക്ക് ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? കയ്യിലുണ്ട്? ഇല്ല, സാറ്റർഡേ വരുമ്പോ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ഞാൻ ടൈം പറയാം. നിങ്ങൾക്ക് ക്ലാസ് ഫ്രീ അല്ലേ? ഫുള്ള് സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ അതുകൊണ്ട് ഫ്രീ അല്ലേ? കാര്യമായിട്ട് ചോദിക്കാം. നിങ്ങൾക്കൊരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം അയച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഗ്രൂപ്പില് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അതില് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കണ്ടോ? ഓർമ്മയുണ്ടോ? ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ആ ഫാസ്റ്റ് ട്രാക്ക് ഒന്നും കൂടി റീസെൻഡ് ചെയ്യാം. അതിലാണ് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോണേ കേട്ടോ. ഓക്കെ, ഇത്തിരി വലിയ ഫയലാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, പറഞ്ഞ നന്നായി. ഒരു 5-ാം തീയതി വരെ ഉണ്ടാവും. കിട്ടണ്ട 5-ാം തീയതി വരെ, 15th വരെ ആക്കും കേട്ടോ. കുറച്ചുപേര് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് അവര് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായി. 15-ാം തീയതി വരെ ആക്കും. ഇപ്പൊ കുറച്ചുപേരെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഗ്രൂപ്പുകളിൽ ഇടാട്ടോ. ഇതിൽ ടോപ്പിക് വൈസ് ചെയ്തിട്ടുണ്ട്. ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3 എന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക് റിലേറ്റ് ചെയ്ത് വരുന്നത്. എന്നാല് പേജ് നമ്പർ 229 ആണ് കേട്ടോ. 229 നിന്നാണ് ഫസ്റ്റ് വരുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ കേട്ടോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, പക്ഷെ നിങ്ങൾ എഴുതിയിട്ട് തന്നെ കണ്ടെത്തണം. Equilibrium constant Kp for the following reaction. MgCO3 gives MgO plus CO2. MgCO3 gives MgO plus CO2. MgCO3 gives MgO plus CO3. Question ഇതാണ്. Equilibrium constant Kp for the following reaction. MgCO3 gives MgO plus CO2. MgCO3 forward and backward.
then MgO plus CO2. ഇതിന്റെ Kp കണ്ടെത്തണം. എന്തായിരിക്കും Kp? നമ്മുടെ വാട്സാപ്പിലേക്ക് വീണ്ടും റീസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് സെൻഡ് ചെയ്തേക്കുന്നതായിരുന്നു അല്ലെ, ഒരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട്. അതില് ഏകദേശം 390 പേജ് ഒക്കെ ഉണ്ട്. അതിൽ എല്ലാ ടൈപ്പും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡി ഉണ്ടാവും, ഇത്തിരി ടഫ് ഒക്കെ ഉണ്ടാവും കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ. പക്ഷെ അത് എല്ലാ ടോപ്പിക് ബേസ് ചെയ്തിട്ടും ഉണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഉണ്ടാവും? മൾട്ടിപ്പിൾ ചോയ്സ്, കേസ് സ്റ്റഡി, അസേഷൻ റീസൺ, ഷോർട്ട് ആൻസർ, അതിൽ തന്നെ ഷോർട്ട് ആൻസർ സെക്കൻഡ് ടൈപ്പ്, പിന്നെന്താണ് ലോങ് ആൻസർ, എല്ലാ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പറഞ്ഞു കെ പി എന്തായിരുന്നു? നമ്മൾ ഇക്വേഷൻ ഒക്കെ എഴുതിയല്ലേ കെ പി എന്ന് പറഞ്ഞപ്പോ എന്താ എഴുതിയ? പി എന്തായിരുന്നു? പ്രഷർ. സി എന്തായിരുന്നു? അപ്പൊ കെ സിയിലെ സി എന്തായിരുന്നു? കോൺസെൻട്രേഷൻ. ഓക്കെ, കോൺസെൻട്രേഷൻ വരുന്ന ആരാണ്, പ്രഷർ വരുന്ന ആരാണ്, അത് വെച്ചിട്ട് ഇതിന്റെ ആൻസർ പറയണം. എന്തായിരുന്നു ആൻസർ പറഞ്ഞു? മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ പറഞ്ഞു തരൂല. ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ നല്ല കുട്ടികളാണ്, വേറെ അറിയാം. എന്താ MgCO3 gives MgO plus CO2. Kp എന്താണ്? അർജുൻ, ഫാഹിം, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് പറയാം കേട്ടോ. ഓക്കെ, എന്തായിരിക്കും? ബാലൻസ്ഡ് ആണ്, ഓൾറെഡി ബാലൻസ്ഡ് ആണ്. അല്ലെ, അതല്ല ആൻസർ, അതല്ല ആൻസർ. ലാസ്റ്റ് ആൻസർ എന്താണ്? അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ആലോചിക്കും. അടുത്ത ക്ലൂ പറഞ്ഞാൽ നിങ്ങൾ ആൻസർ പറയും, പക്ഷെ അവിടെ ആലോചിക്കും. എഴുതി എന്തായാലും കെ പി ചോദിച്ചാലും കെ സി ചോദിച്ചാലും എഴുതണ രീതിയിൽ, ഇയാൾ എഴുതണ രീതിയിലെങ്കിലും എഴുതണം. എഴുതിയ അതുപോലെ ഇതുപോലെ എഴുതാൻ പി സി ഇക്വേഷൻ, കെ പി ഇക്വേഷൻ ഒക്കെ എഴുതിയില്ലേ, പിന്നെന്താ ഇത് എഴുതാനായിട്ട് ബുദ്ധിമുട്ട്? അല്ല, ഇതെല്ലാം 1 അല്ലേ? MgO⁻1, CO2⁻1 അല്ലെ? ഇപ്പൊ എല്ലാവരും എഴുതിയേക്കുന്നത് MgO⁻1 ഡിവൈഡഡ് ബൈ ഇൻറ്റു CO2⁻1 ഡിവൈഡഡ് ബൈ MgCO3. MgCO3യുടെ ഇതിനു മുമ്പ് ഒരു കുറച്ച് നേരത്തെ മുമ്പ് നമ്മളൊരു എക്സാമ്പിൾ ഓഫ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞില്ലേ? Mg എന്ന് പറഞ്ഞ മെറ്റൽ അല്ലേ? മെറ്റൽ കാർബണേറ്റ് എപ്പോഴും എന്തായിരിക്കും? സോളിഡ്. ഇതും എന്ത് തന്നെയായിരിക്കും? സോളിഡ്. ഇതെന്തായിരിക്കും? ഗ്യാസ്. സോളിഡ് വന്നാൽ അതെല്ലാം 1 ആയി മാറും. സോളിഡ് വന്നാൽ അതെന്തായി മാറും? 1. ഫൈനൽ ആൻസർ എന്തായിരിക്കും? CO2 അല്ലെ? ഫൈനൽ ആൻസർ അവിടെ വരുന്നത് P ഓഫ് CO2. നമ്മൾ പഠിപ്പിച്ചേക്കുന്നത് ഇങ്ങനെയല്ലേ? P അല്ലെ? എന്തായിരുന്നു? പ്രഷർ ഓഫ് MgO ഉണ്ടോ? ഇല്ല, 1 അല്ലേ? അപ്പൊ എന്ത് വരും? PCO2 ആൻസർ കേട്ടോ. PCO2. ഇക്വേഷൻ എന്താ പഠിപ്പിച്ചേ? Kp ഈക്വൽ ടു എങ്ങനെ പഠിപ്പിച്ചേ? പ്രഷർ ഓഫ് C⁻1. ഇതിന് പ്രഷർ ഉണ്ടോ? സോളിഡ് അല്ലേ? 1 ആയി മാറും. എന്താ? പ്രഷർ ഓഫ് CO2⁻1 ഉണ്ടോ? ഡിവൈഡഡ് ബൈ ഇതിന് വല്ല പ്രഷർ ഉണ്ടോ? സോളിഡ് ആണ് കേട്ടോ. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ഈ സോളിഡ് തരണമെന്നില്ല, ഇവിടെ തന്നിട്ടുണ്ട്, എന്നാലും ഞാൻ തരാഞ്ഞതാ കേട്ടോ. എക്സാമിന് തരില്ല, കാരണം മെറ്റൽ കാർബണേറ്റുകൾ, മെറ്റൽ വരുന്ന എന്തെങ്കിലും ഗ്യാസ് ആവുമോ? ഏതെങ്കിലും മെറ്റൽ ഗ്യാസ് ആയിട്ട് നടക്കാറുണ്ടോ? അല്ലെ? ലിക്വിഡായ മെറ്റലിന്റെ പേരെന്താ? മെർക്കുറി. അത് മാത്രമേ ലിക്വിഡ് ഉള്ളൂ. ഗ്യാസ് ആയിട്ടുള്ള വല്ല മെറ്റൽ ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണ്? മെറ്റലോ എന്തെങ്കിലും കണ്ടാൽ അതെന്തായിരിക്കും? എപ്പോഴും അതെന്തായിരിക്കും? സോളിഡ്.
കേട്ടോ. മെറ്റലിനെ കണ്ടാൽ എന്തായിരിക്കും അത്? സോളിഡ്. അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. We know that the relationship between Kc and Kp. Question എഴുതിക്കോ കേട്ടോ. We know that the relationship between Kp and Kc. എന്നിട്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ? Kp equal to Kc into RT raised to delta n. Full stop. What would be the value of delta n? What would be the value of delta n for the reaction? What would be the value of delta n for the reaction? NH4Cl gives NH3 plus HCl. കേട്ടോ, അതാണ് ക്വസ്റ്റ്യൻ. NH4Cl gives NH3 plus HCl. NH4Cl gives NH3 plus HCl. ഇതാണ് അവർ തന്നേക്കുന്നത്. എന്നിട്ട് ഡെൽറ്റ എൻ കണ്ടെത്താനാ പറഞ്ഞേക്കുന്നത്. എന്തായിരിക്കും? NH4Cl gives NH3 plus HCl. ഇനി എവിടെ അവർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എഴുതാണത് സോളിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്, ഇതും ഗ്യാസ് ആണ്. അവർ തന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് തരൂല, എന്തായാലും തന്നിട്ടുണ്ട്. ഇനി കറക്റ്റ് ആയിട്ട് പറ. ഡെൽറ്റ എൻ എത്ര കിട്ടി? ഡെൽറ്റ എൻ എത്ര കിട്ടി? ഡെൽറ്റ എൻ എത്ര കിട്ടി? അല്ലെ, 1 എന്ന് പറയുന്നുണ്ട്, 2 എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പ് എന്താ? Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, Kp വന്നിട്ടുണ്ട്. Kp വന്നു കഴിഞ്ഞാൽ അത് എന്തിനു മാത്രം എടുക്കാൻ പറ്റുള്ളൂ? ഗേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് അതെന്തായിരിക്കണം? ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് എത്രയുണ്ട്? 2. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് വല്ലതും ഉണ്ടോ? ഇല്ല, ഇല്ലെങ്കിൽ 0. അപ്പോൾ 2 മൈനസ് 0. ഓക്കെ. അപ്പോ ഇവിടെ നേരത്തെ വന്നൊരു ഡൗട്ട് വരാം. ഇയാൾ നേരത്തെ പറഞ്ഞതുണ്ടോ സോൾഡ് വന്ന 1 എടുക്കണം എന്ന് പറഞ്ഞു അല്ലെ? അതെന്തിനായിരുന്നു? ആക്ച്വലി KCl അപ്ലൈ ചെയ്യുന്നതിന് മാത്രമാണ് പ്രഷർ 1 എടുക്കുക അല്ലെ എന്നുള്ള രീതിയിൽ. ഇത് എന്താണ്? ആക്ച്വലി നമ്പർ ഓഫ് മോൾസിന്റെ കാര്യമാണ്. അപ്പോ ഇവിടെ എങ്ങനെയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ്. ഓക്കെ. അപ്പൊ ഇത് എന്തായിരുന്നു? ഗ്യാസ് ആണ് അല്ലെ? ഗ്യാസ് എത്രയാ? 1 + 1 2. റിയാക്ടന്റ് ഗ്യാസ് ഇല്ല, അപ്പൊ 0. അപ്പൊ 2. ഓക്കെ. അപ്പൊ ഡെൽറ്റ എൻ 2 ആണ് ആൻസർ അല്ലെ? കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ അല്ലെ? അപ്പൊ നമ്മള് കാണുന്ന ക്വസ്റ്റ്യൻസ് കണ്ടാൽ മാത്രം മാർക്കിലേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോണേ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. At 500 Kelvin, the equilibrium constant Kc for the following reaction is 5. At 500 Kelvin, the equilibrium constant Kc for the following reaction is 5. Kc അവർ തന്നേക്കാണ് 5. അതിന്റെ ഇക്വേഷൻ വന്നിട്ടുണ്ട് half H2 plus half I2 gives ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ് HI. എല്ലാം ഗ്യാസ് ആണെന്ന് അവർ എടുത്തു തന്നിട്ടുണ്ട്. ഞാൻ ഇക്വേഷൻ ഒന്ന് എഴുതാം. അവര് തന്നേക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്?
ഏതാ? ഇല്ല, പറയാം. ആ, ഇതിന്റെയൊക്കെ ഫ്രണ്ടില് ഹാഫ് വരും. ഇപ്പൊ കറക്റ്റ് അല്ലേ? ബാലൻസ് അല്ലേ? ഇതാണ് അവർ തന്നേക്കുന്ന ഇക്വേഷൻ HI കേട്ടോ. ഓക്കെ, HI. ഇനി ഇത് എല്ലാം ഗ്യാസ് ആണെന്ന് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. G, ഇതും G ഗ്യാസ്, ഇതും G ഗ്യാസ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വുഡ് ബി ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഫോർ ദ റിയാക്ഷൻ? What would be the equilibrium constant Kc for the reaction? അത് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 500 അല്ലെ കെൽവിൻ. The equilibrium constant Kc for the following reaction is 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെമ്പറേച്ചർ എത്രയായിരുന്നത് അല്ലെ? 500 കെൽവിനിലാണ് equilibrium constant Kc for the following reaction is 5. എന്നിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, what would be the equilibrium constant Kc for the reaction? റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2HI gives H2 plus I2 റിയാക്ഷൻ. ഇതിന്റെയാണ് നേരെ തിരിച്ചത് കേട്ടോ. റിയാക്ഷൻ 2HI gives H2 plus I2. ഇതിന്റെ കേസി കണ്ടെത്തണം. ഇതിന്റെ കേസി തന്നിട്ടുണ്ട്. ഇതിന്റെ കേസി എത്രയാണെന്നേക്കുന്നത്? 5. ഇതാണ് ചോദ്യം. പെട്ടെന്ന് നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിന്റെ കേസി 5 തന്നു, ഇതിന്റെ കേസി കണ്ടെത്തണം. എന്താ അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടില്ല. ആകെ മറ്റേ കേസേ ഉള്ളൂ നമുക്ക് അറിയാവുന്നത്. ഒരു കേസ് ഇവിടെ ആൻസർ കീയിൽ തന്നേക്കുന്നത് 0.04 ആണ്. കിട്ടിയോ? ആദ്യം നമ്മൾ നോക്കാം, ഈ ക്വസ്റ്റനും ഈ ക്വസ്റ്റനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര വെച്ച് ചെയ്താലാണ്, എങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ ക്വസ്റ്റനും ഈ ക്വസ്റ്റനിലേക്ക് കൺവേർട്ട് ചെയ്യണം? എത്രയാ? × 2. ശരിയല്ലേ? അപ്പൊ എല്ലാത്തിനെയും നമ്മള് ഈ ഓൺ ഇക്വേഷന നമ്മൾ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര വെച്ചാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2. അപ്പൊ ഇത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുമ്പോ H2 plus I2 gives 2HI അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആവും അല്ലെ? റിവേഴ്സ്ഡ് ആവും. ഇനി റിവേഴ്സ്ഡ് ആണ് എങ്കിൽ KCയും K' തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു ഇക്വേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് KC കേട്ടോ. KCനെ റിവേഴ്സ് ചെയ്താൽ എന്ത് വരും? 1/KC ആണ് എന്ന് പറഞ്ഞ് KC ഡാഷ് എന്നാണ് കൊടുക്കാം. KC ഡാഷ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് റിയാക്ഷൻ പറയുന്നത് KC ഡാഷ് ഈസ് ഈക്വൽ ടു 1/KC എന്ന് പറഞ്ഞാൽ
ഇത് കെ സി ആക്കണം. ആദ്യം 2 വെച്ച് മൾട്ടിപ്ലൈ ഉണ്ട് അല്ലേ? ഓക്കെ, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എൻ ഫാക്ടർ എന്ന് വിളിക്കുക. എന്താ വിളിക്കുന്നത്? എൻ ഫാക്ടർ. അപ്പോ ഈ ഓൾ ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? 2h2 ഇതെന്തായിരിക്കും? 2i2 ഇതെന്തായിരിക്കും? 2hi. അങ്ങനെയുള്ള ഇതിനെ വിളിക്കുന്ന ഫാക്ടർ എന്താ? എൻ ഫാക്ടർ. അങ്ങനെ എൻ ഫാക്ടർ വന്നാൽ കെ സി റേസ് ടു എൻ ആവും എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഇവിടെ? 2. അപ്പൊ എത്ര വെച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പൊ എന്ത് വരും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് അല്ലെ, റിയാക്ടന്റ് വരും. അങ്ങനെ വരുന്ന സമയത്ത് കെ സി റേസ് ടു എൻ ഫാക്ടർ ആണ് വരിക. അപ്പൊ 3 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് കൊടുക്കണം? റേസ് ടു 3 അതാണ് വരുന്നത് കേട്ടോ. അപ്പൊ കെ സി തന്നിട്ട് ഇങ്ങനെ വരുമ്പോ നിങ്ങൾ എൻ ഫാക്ടർ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. അപ്പൊ എൻ ഫാക്ടർ ആയിട്ട് വരുന്നത് ഇത് എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു അത് വെച്ച്. അപ്പൊ ഇവിടെ കെ സി എന്തായി ഇപ്പൊ കേട്ടോ? അപ്പൊ ആൻസർ എഴുതുമ്പോൾ ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ, ഓർത്തു വെക്കുക. എൻ ഫാക്ടർ. അപ്പൊ കെ സി റേസ് ടു 5 റേസ് ടു. അപ്പൊ കെ സി ഈക്വൽ ടു എത്ര കിട്ടി? 25. കെ സി ഈക്വൽ ടു 25. ഇതാണ് കെ സി. ഇത് റിവേഴ്സ് റിയാക്ഷൻ ആണ്. റിവേഴ്സ് റിയാക്ഷന്റെ കെ സിനെ എന്താ വിളിക്കാം? കെ ഡാഷ്. കെ ഡാഷ് ഈസ് ഈക്വൽ ടു 1/kc. ഇപ്പൊ കെ സി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 25 ആണ് എൻ ഫാക്ടർ വെച്ച്. അപ്പൊ എന്ത് കിട്ടും അല്ലെ? കെ ഡാഷ് ഈസ് ഈക്വൽ ടു 1/25. 1/25 എന്ന് പറഞ്ഞാൽ എത്രയാ? 100/25 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഡൗട്ട് ഉണ്ടോ അല്ലെ? നമുക്കറിയാലോ, ഇത് 100 ആക്കി ഇത് 25 ആക്കി എന്ന് കരുതാം. 100 ആക്കുമ്പോ 10 റേസ് ടു അല്ലെ, എത്ര 0 ആണ് ഇപ്പുറത്തേക്ക് വന്നേക്കുന്നത് അല്ലെ? ആ രീതിയിൽ മാറ്റുക. നമുക്ക് -2 ഒക്കെ വരും അല്ലെ? ഓക്കെ, അപ്പൊ എന്ത് വരും? 4 × 10⁻² അല്ലെങ്കിൽ 0.04 കേട്ടോ. ഓക്കെ, 0.04 ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, വേഗം എടുത്തെഴുതുക കേട്ടോ. എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ മാച്ച് ചെയ്ത് നോക്കി. ഇത് ½ ആയിരുന്നു, അതിന് 2h2 ആക്കണമെങ്കിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2. ഓൾ ഇക്വേഷനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതാണ് എൻ ഫാക്ടർ കേട്ടോ. ഓക്കെ, ആ എൻ ഫാക്ടർ ആൻസർ. സോറി, 2h2 അല്ല, 1h2 കേട്ടോ. എഴുതിയപ്പോ മാറിയ 1h2 ഇവിടെ 2h ആയി കേട്ടോ. ഓക്കെ, ഈ 2 കണ്ടിട്ട് പിടിച്ച h2 + i2 is 2h ആയി കേട്ടോ. ഓക്കെ, ഗുഡ്. എൻ ഫാക്ടർ 2 ആണ്. ഓൾ ഇക്വേഷന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ½ × 2 h2 + i2 gives കണ്ടോ. ഇതിന്റെ ഈ ഇക്വേഷൻ അതേ ഫോർമാറ്റിൽ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. അതിനാണ് എൻ ഫാക്ടർ. അപ്പോ അത് നിങ്ങൾ എന്താണ് ഡിറൈവ് ചെയ്ത് അറിയേണ്ടതാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് അതൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. For the hypothetical reaction, the equilibrium constant value are given. For the hypothetical reaction, the equilibrium constant K value are given. For the hypothetical reaction, the equilibrium constant K value 4 are given. എന്നിട്ട് അവര് കുറച്ച് വാല്യൂസ് തന്നേക്കാണ്. ആ വാല്യൂസ് നമുക്ക് നോക്കാം. A forward and backward, B forward and backward, C forward and backward, D. Then ഇവിടെ K1, ഇത് K2, ഇത് K3. ഓക്കെ, ഇനി വാല്യൂസ് അവർ തന്നേക്കുന്നതൊക്കെ നോക്കാം. K1ന്റെ വാല്യൂ 2 ആണ്, K2 വാല്യൂ 4, K3ക്ക് B എന്നാണ് അവർ തന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, വേഗം എഴുതി വെക്കാം. The equilibrium constant K for the reaction. The equilibrium constant K for the reaction.
the equilibrium constant K for the reaction. ആ റിയാക്ഷൻ ആണ് A to D. B അല്ലാട്ടോ, ഇത് 8 എന്നാണ്. 8 B പോലെയാണ് തോന്നിയത്. 8 കേട്ടോ. കിട്ടിയോ ആൻസർ? ഇതിന്റെ കെ കണ്ടെത്തണം കേട്ടോ. അവർ ഇത്രയും തന്നു. ഈ ക്വസ്റ്റിന്റെ കെ ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് തന്നേക്കുന്നത്. ചോദ്യം ഞാൻ അങ്ങനെ തന്നെ വായിച്ചുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കും, അതുപോലെ തന്നെ മനസ്സിലാക്കണം കേട്ടോ. ഓർത്തോക്കെ അവർ ഇത്രയും തന്നു, എന്നിട്ട് ചോദിച്ചു ഉണ്ടോ. നമ്മൾ ടോപ്പിക് പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലെ? ഇങ്ങനെയാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ല. എന്നാലോചിച്ചു 6 അല്ലെങ്കിൽ എന്തായിരിക്കും അല്ലെ? ഇത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെയുള്ള എത്രയായിരിക്കുന്നതാണ്? ഇവിടെ നിന്ന് തൊട്ട് ഇവിടെയും വരെ 12 ആയിരിക്കും. ആദ്യത്തെ ബി ആയി, ബിന്ന് സി ആയി, സിന്ന് ഡി ആയി. ഇത് എന്ന് ഡി ആവുമ്പോഴത്തായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും? കെ ഈക്വൽ ടു എന്തൊക്കെ വരുന്നുണ്ട്? കെ ഈക്വൽ ടു അപ്പൊ കിട്ടിയില്ലേ? K1 ഇൻറ്റു K2 ഇൻറ്റു K3 എത്ര കിട്ടി? 64 ഉണ്ടോ? ഓക്കെ, ആൻസർ 64. അതൊക്കെ അവിടെ പറയുന്നുണ്ട് വേർഡില്. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കൂല. ഒരു വേർഡിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതെന്ത് നോക്കാനും ഭയങ്കര എളുപ്പമല്ലേന്നായിരുന്നു. പക്ഷെ ചോദ്യം ഒരു നല്ല വെറൈറ്റി ആയിട്ട് ചോദിക്കും പെട്ടെന്ന് കണ്ടോ. ഓക്കെ, അവർ പറയാണ് ഇക്വിലിബ്രിയം നടക്കുമ്പോൾ അതിന് ഇന്റർമീഡിയറ്റ് ഇക്വിലിബ്രിയം വന്നാൽ അതെല്ലാം എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതങ്ങനെ പറഞ്ഞു പോകും, പക്ഷെ അതിൽ നിന്ന് നല്ല ഭംഗിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടണം കേട്ടോ. എളുപ്പമല്ലേ അല്ലെ? പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ഇത് കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ആ രീതി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസുകൾ കേട്ടോ. 50 to 100 ക്വസ്റ്റ്യൻ സ്ട്രെങ്ത് എങ്കിലും ഓരോ ചാപ്റ്ററുകളിലും നിങ്ങൾ ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, കാരണം നിങ്ങൾ 11th ആയതുകൊണ്ടാണ് കണ്ടന്റ് അധികം, ക്വസ്റ്റ്യൻസ് അധികം നമ്മൾ ചെയ്യാറ്. 12th എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻസ് ഒരു 30 മുതൽ 50 ക്വസ്റ്റ്യൻസ് വരെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാവും. അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ബോർഡ് ആകുമ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. 11th അങ്ങനെ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ? നിങ്ങൾ പെട്ടെന്ന് അല്ലെ 10th ഇതിലേക്ക് മാറുമ്പോൾ ക്വസ്റ്റ്യൻസും ഇതും എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ മൈൻഡ് ആകെ ഇതാവും. അതുകൊണ്ട് ഒരു കംഫർട്ട് സോണിലാണ് പോയത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിന്റെയും നമുക്ക് എടുത്ത് പോകണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയിട്ട് വരണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് O3. Partial pressure of O3 in the given reaction is. Partial pressure of O3 in the given reaction is. In the given reaction is. Partial pressure of O3 in the given reaction is, another equation തന്നിട്ടുണ്ട് 2Ag2O. 2Ag2O forward and backward, 4Ag plus O2. ഇവിടെ സോളിഡ്, ഇത് ഗ്യാസ്, solid. Partial pressure of O3 in the given reaction ആണ് ചോദിച്ചേക്കുന്നത്. O3 അല്ല കേട്ടോ, O2 ആണ് കേട്ടോ. Partial pressure of O2 അല്ല, പ്രിന്റിംഗ് കാണുമ്പോൾ അങ്ങനെ ആയതുകൊണ്ട് partial pressure of O2 in the given reaction. ഇതാണ് ചോദ്യം. Partial pressure of O2 in the given reaction.
ഇനി ഓപ്ഷൻ തന്നേക്കാം, ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഓപ്ഷൻ എ കെ പി, ഓപ്ഷൻ ബി റൂട്ട് ഓഫ് കെ പി, ഓപ്ഷൻ സി ക്യൂബ് റൂട്ട് ഓഫ് കെ പി, ഓപ്ഷൻ ഡി 2kp. മൾട്ടിപ്പിൾ ചോയ്സ് ആണിത്. അപ്പോ ഓപ്ഷൻ എ കെ പി ഒന്ന് എഴുതിക്കോ. ഓപ്ഷൻ എ കെ പി, ഓപ്ഷൻ ബി റൂട്ട് കെ പി, ഓപ്ഷൻ സി ക്യൂബ് റൂട്ട് ഓഫ് കെ പി, ഓപ്ഷൻ ഡി 2kp. എന്തായിരിക്കും? പെട്ടെന്ന് കിട്ടും. ഓപ്ഷൻ തന്നേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ഒന്ന് പറഞ്ഞേ. നേരത്തെ എഴുതിയ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായതാ, പിന്നെന്താ? കെ പി ഡി ക്വസ്റ്റ്യൻ അറിയാവുന്നതല്ലേ? ആ, അത് കിട്ടി. കെ പി കെ പി കെ പി ആ, അപ്പൊ എന്ത് കിട്ടും ലാസ്റ്റ് ആൻസർ? ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്താ നല്ലത്. MGC ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ? അതേ പാറ്റേണിൽ ആലോചിക്കും. അപ്പൊ എന്താ ആലോചിച്ചോ? ഞാൻ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ എഴുതിയാണ്. കാരണം അതേ ക്വസ്റ്റ്യൻ സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചോദിച്ചോ അവന്മാര്. പാർഷ്യൽ പ്രഷർ ഓഫ് O2 ഈക്വൽ ടു എന്നാക്കി. അത്രേ ഉള്ളൂ വ്യത്യാസം. കെ പി ആണ്. ആ ഗ്യാസ് പോടണോ? മനസ്സിലായില്ലേ? ആ സോളിഡ് ഇത് കണ്ടോ തന്നിട്ടുണ്ട്. കെ പി ഈക്വൽ ടു എന്ത് വരും? സോളിഡ് അല്ലേ ഇതെല്ലാം. അപ്പൊ എന്ത് വരും? PO2. ഇതെല്ലാം 1 ആയി പോവില്ലേ? സോളിഡ് അല്ലേ ഇത്? സോളിഡ് അല്ലേ? 1 ആയില്ലേ? അപ്പൊ എന്താ? പ്രഷർ ഓഫ് O2. ഇതും ഗ്യാസ് ആയിരുന്നെങ്കിൽ എന്താ? പ്രഷർ ഓഫ് Ag1 ആണ് അല്ലേ? ഓക്കെ, ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് ഇത്. അവർ ചോദിച്ചതാണ് കണ്ടോ? പ്രഷർ ഓഫ് O2 ഈക്വൽ ടു എന്ത് കിട്ടും? കെ പി തന്നെ കിട്ടും. നേരത്തെ എന്തായിരുന്നു? അവർ കെ പി ചോദിച്ചു കണ്ടോ. ഇപ്പൊ അവര് ചോദ്യം പ്രഷർ ഓഫ് O2 ചോദിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ പുറത്തുമൊക്കെ ചോദിക്കുന്ന രീതി അവർ മാറ്റി മാറ്റി ചോദിക്കും. അപ്പൊ കിട്ടണം. നേരത്തെ ക്വസ്റ്റൻ അതേ പാറ്റേൺ ആണ്, പക്ഷെ ഇവിടെ നിന്ന് കിട്ടണം കേട്ടോ. ഓക്കെ, നേരത്തെ ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. ഒരാൾ ആൻസർ പറയുകയും ചെയ്തു. വേഗം എഴുതി വെച്ചു. ഇക്വേഷൻ എഴുതി വെക്കും. വേഗം എഴുതാം കേട്ടോ. പ്രഷർ ഓഫ് O2. ഫൈൻഡ് ദ പ്രഷർ ഓഫ് O2. ഇതാണ് ചോദ്യം കേട്ടോ. ഇത് തന്നിട്ട് ഫൈൻഡ് ദ പ്രഷർ ഓഫ് O2 എന്ന് ചോദിച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. നേരത്തെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? സോളിഡ് ഒക്കെ എന്തായി മാറും? 1. കണ്ടപ്പോ എന്ത് കിട്ടും? PO2 ഈക്വൽ ടു Kp. ശരിയല്ലേ? സോളിഡ് 1 ആയില്ലേ? സോളിഡ് 1 ആയില്ലേ കേട്ടോ. ഓക്കെ, പക്ഷെ അത് ചോദിക്കുന്ന രീതി നല്ല ഭംഗിയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 2-3 ഉണ്ട്. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ആ ടൈപ്പ് എന്ത് വന്നാലും പെട്ടെന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ലെവലിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അസേർഷൻ റീസൺ ആണ് കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അസേർഷൻ എഴുതി വെക്കുക. അസേർഷൻ ഒന്ന് എഴുതി വെച്ച. അസേർഷൻ for any chemical reaction, assertion ആണ്. For any chemical reaction at a particular temperature, for any chemical reaction at a particular temperature, the equilibrium constant is fixed. The equilibrium constant is fixed and is a characteristic property. Full stop. Reason or characteristic property. Reason equilibrium constant is, reason ആണ് equilibrium constant is independent of temperature. Equilibrium constant is independent of temperature. അപ്പോൾ assertion ഇതാണ്. For any chemical reaction at a particular temperature, the equilibrium constant is fixed and is a characteristic property.
Reason, equilibrium constant is independent of temperature. Equilibrium constant is independent of temperature. Equilibrium constant is independent of temperature. എന്തായിരിക്കും? R false ആണ്. റീസണോ? റീസൺ ട്രൂ കേട്ടോ, ഓർത്ത് നോക്കാം. റീസൺ എന്തായിരുന്നു? ട്രൂ കേട്ടോ. അവർ പറയാണ് ഫോർ എനി കെമിക്കൽ റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഫിക്സ്ഡ്. ടെമ്പറേച്ചർ മാറി എന്ത് വരും? Kcയും മാറും. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആ Kc എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അത് റീസൺ റോങ് ആണ്. എന്താണ്? അസേർഷൻ റൈറ്റ് ആണ് കേട്ടോ. അപ്പൊ എഴുതി വെക്കുക, assertion true but reason is false. Assertion true but reason is false. നിങ്ങൾ ഇത് നോക്കണം കേട്ടോ. ഓക്കെ, ഓരോ ടോപ്പിക്കിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തന്നേക്കുന്നതിൽ ടോപ്പിക് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ആ ഓരോ ടോപ്പിക്കിന്റെയും ഷോർട്ട് ആൻസർ, മൾട്ടിപ്പിൾ ചോയ്സ്, അസേർഷൻ റീസൺ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ പഠിക്കാനായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് കുറച്ചും കൂടി വലിയ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഈ ടോപ്പിക്കിൽ നിന്ന് മാറി അടുത്ത ടോപ്പിക്കിലേക്ക് കേട്ടോ. എല്ലാ ടോപ്പിക്കിലെയും കുറച്ച് ക്വസ്റ്റ്യൻസുകളിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്യാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം, ലെ-ചാർലിയർ പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കാം. Question is, for the reaction H2 plus I2 gives 2HI. For the reaction H2 plus I2 gives 2HI. H2 plus I2 gives 2HI. The standard free energy is delta G greater than 0. Delta G greater than 0. Full stop. Delta G Gibbs energy positive ആണ് അല്ലേ? പോസിറ്റീവ് ആണ്. ഫുൾ സ്റ്റോപ്പ്. ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K would be, ഇതാണ് ചോദ്യം. ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K would be. ഓപ്ഷൻ ഉണ്ട്. K would be. ഓപ്ഷൻ ഒന്ന് വായിക്കാം, എന്നിട്ട് അതിൽ ഏതാണെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. K equal to 0. K equal to 0. K greater than 1. Option B, K greater than 1. Option C, K equal to 1. Option D, K less than 1. കേട്ടോ, 4 ഓപ്ഷൻസ് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഏതായിരിക്കും? ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, Kcയും ഡെൽറ്റ ജിയും തമ്മിൽ. ആ ഇക്വേഷനിലേക്ക് ഇതിട്ട് കൊടുക്കുക, എന്നിട്ട് പറ. K equal to 0, K greater than 1, K equal to 1, K equal to C greater less than 1. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചാണ് തെർമോഡൈനാമിക്സിലെ ലാസ്റ്റ് ഇക്വേഷൻ എന്താ? ഡെൽറ്റ ജി ഈക്വൽ ടു വേഗം പറ, എന്നിട്ട് അത് നോക്കിട്ട് വേഗം പറഞ്ഞാ പോരെ. ഇത്രയും ടൈം എടുക്കണോ? വേഗം പറ ആൻസർ. ഡെൽറ്റ ജി ഈക്വൽ ടു -2.303 RT log Kc. Kcക്ക് എന്ത് വന്നാലാണ് ഇത് പോസിറ്റീവ് ആവാ? ഡെൽറ്റ ജി 0 എന്ന് പറഞ്ഞാൽ അല്ലേ, ഗ്രേറ്റർ ദാൻ 0 ഡെൽറ്റ ജി പോസിറ്റീവ് ആയില്ലേ? കിട്ടിയില്ലേ? ഡെൽറ്റ ജി പോസിറ്റീവ് ആയി. ഡെൽറ്റ ജി പോസിറ്റീവ് ആകണമെങ്കിൽ ഇതെന്തായിരിക്കണം? Kc മൈനസ് ആവണ്ടേ? ഇവിടെ ഒരു മൈനസ് വന്നാൽ എന്ത് പറ്റും? മൈനസും മൈനസും പ്ലസ് അല്ലേ? Kc മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് ദാൻ 1. അപ്പൊ ആൻസർ എന്തായിരിക്കും കേട്ടോ? Kc ലെസ് ദാൻ 1 കേട്ടോ, മറക്കല്ലേ.
അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ എന്ത് കിട്ടും? കെ സി ഉണ്ടോ, നേരെ തിരിയും. അപ്പൊ ഇതും അതും ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ഡെൽറ്റ ജി സീറോ ആയാൽ എന്ത് പറ്റും? ഇക്വിലിബ്രിയം സീറോ എടുത്തല്ല സീറോ കേട്ടോ. അപ്പൊ അങ്ങനെ വരാം. അപ്പൊ ഓർത്ത് നോക്കാം, ഇക്വിലിബ്രിയം ആയിട്ട് വരും കേട്ടോ. കെ സി ഈക്വൽ ടു കെ സി ആയിട്ട് മാറും. അപ്പോ ഒന്ന് ഓർത്ത് നോക്കാം. നെക്സ്റ്റ് for the reaction എഴുതി വെച്ചു. For the reaction 2SO2 plus O2, for the reaction 2SO2 plus O2, for the reaction 2SO2 plus O2 gives 2SO3 at 300 Kelvin, at 300 Kelvin, at 300 Kelvin. Value of delta G, value of delta G minus 690.9 R, minus 690.9 R. R universal gas constant ആണ്. R full stop. The equilibrium constant for the reaction, the equilibrium constant for the reaction at that temperature is, the equilibrium constant, the equilibrium constant for the reaction at that temperature is, options are A 10 atm raised to minus 1, B 11 atm raised to minus 1, C 10 raised to minus 3 atm, D 10 atm. KC അല്ലെങ്കിൽ KP, the equilibrium constant for the reaction എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ അത് ഗ്യാസ് ആയതുകൊണ്ട്, ഇതെല്ലാം ഗ്യാസ് അല്ലേ, അപ്പൊ KP ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലെ. ഏത് ഇക്വേഷൻ ആയിരിക്കും ഡെൽറ്റ ജി എന്നുണ്ടെങ്കിൽ? ഏത് ഇക്വേഷനാ? അല്ലേ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേഗം കണ്ടെത്തിയേ. delta G equal to minus 2.303 RT log ഇവിടെ KP എന്ന് കൊടുക്കാം. കാരണം എന്താ, ഇവിടെ എല്ലാം പ്രഷർ ആണ് അല്ലെ, എല്ലാം ഗ്യാസ് അല്ലേ, അപ്പൊ അതുകൊണ്ട് പ്രഷർ എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഉണ്ടോ? ഓക്കെ, ആണോ? 1 or 10 എങ്ങനെ കിട്ടി? ശരിയാ, എങ്ങനെ കിട്ടിയെന്ന് പറ. ഇത് എത്ര? 690.9 R. ആർ ടി എന്ന് പറയുമ്പോ 6 അല്ലെ, അവിടെ തോന്നുന്നുണ്ട്. ടി എത്രയായിരുന്നു? 300 log KP. ആറ് ക്യാൻസൽ ആയി പോകും, ശരിയല്ലേ? അപ്പൊ log KP ഈക്വൽ ടു എത്ര കിട്ടി? ഇത് ചെയ്യുമ്പോ എത്ര കിട്ടും നിങ്ങൾക്ക്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 2 into 300 എത്രയാ? 600 അല്ലെ. ഓക്കെ, അപ്പൊ 0.300 3 into 3
9 ഉണ്ടോ? ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കിട്ടും 90. അപ്പൊ അവിടെ എന്താണ് അപ്രോക്സിമേഷൻ ഈ 3 വരുമ്പോഴാണ് 0.9 തന്നെ ഉണ്ടോ? ഓക്കെ, അപ്പൊ എന്താണ് ഇതും സെയിം ആയിട്ട് ഇത് 1 വരും. ഓക്കെ, ലോ കെ പി ഈക്വൽ ടു 1 എന്നാണ് ആക്ച്വലി വരിക. അപ്പൊ കെ പി ഈക്വൽ ടു ശരിക്കും പറയുന്നത് ആന്റി ലോഗ് ഓഫ് 1. ആന്റി ലോഗ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ആണ് ആൻസർ. ആന്റി ലോഗ് 1 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ ആന്റി ലോഗ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആന്റി ലോഗ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 അല്ലേ? ആന്റി ലോഗ് 2 എന്ന് പറഞ്ഞാൽ 10⁻². ഉണ്ടോ? ഓർത്ത് നോക്കാം. ആന്റി ലോഗ് 5 എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? ആന്റി ലോഗ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 10⁻5 ഉണ്ടോ? ആന്റി ലോഗ് -3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10⁻³ ഉണ്ടോ? അപ്പൊ ആന്റി ലോഗ് എന്താണോ തരുന്നത് അതനുസരിച്ചിട്ടാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പൊ കെ പി ഈക്വൽ ടു ആന്റി ലോഗ് 1 ആണ്. സോ 10⁻10 ATM ആണ്. ATM⁻⁻1 വരും കേട്ടോ. ഓക്കെ, ഇവിടെ മൈനസ് വരുന്നത് പ്രഷർ റെസിപ്രോക്കൽ ആയിട്ട് വരുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതണ്ട, നിങ്ങൾക്ക് പഠിക്കാനുള്ള തിയറി ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലേ ചാർലിയർ പ്രിൻസിപ്പിൾ. എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓൺ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇങ്ങനെയാണ് തന്നേക്കുന്നത്. ലേ ചാർലിയർ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ലേ ചാർലിയർ പ്രിൻസിപ്പിൾ അപ്പൊ എന്ത് പറ്റും? എന്നിട്ടെന്ത് ചെയ്യും? എന്നിട്ട് എന്ത് പറ്റും? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞല്ലോ തുടങ്ങുന്നത് അല്ലെ? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? 6 അല്ലെ? 5 ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഓക്കെ. അപ്പൊ എന്ത് പറ്റും? ഇക്വിലിബ്രിയം നള്ളിഫൈ ദ എഫക്ട് ഓഫ് ചേഞ്ച് ഓർ കൗണ്ടറാക്ട് ദ എഫക്ട് ഓഫ് ചേഞ്ച്. അതാണ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് കേട്ടോ. അതാണ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്. ഇവിടുത്തെ കാര്യങ്ങളൊന്ന് വായിക്കാം. State the explain Le Chatelier principle. Explain the effect of change in concentration, pressure and temperature on the following reaction. ഇതാണ് ചോദ്യം. ആദ്യം Le Chatelier principle എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. Le Chatelier principle can be stated as when a stress is applied on a system at equilibrium, the system behave in such a way so as to counteract the effect of change. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന വേർഡ്. ടെക്സ്റ്റ് ബുക്കിലും അങ്ങനെ തന്നെയാണ്. കൗണ്ടറാക്ട് ഓർ നള്ളിഫൈ ദ എഫക്ട് ഓഫ് ചേഞ്ച്. ഇനി നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതില് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? റിയാക്ടർ സൈഡിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു ഇക്വേഷനും റിയാക്ടർ സൈഡിൽ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താവും? ഫോർവേഡ് റിയാക്ഷൻ കൂടും. പ്രൊഡക്റ്റ് സൈഡിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ബാക്ക്വേർഡ് വരും. ഇനി പ്രൊഡക്റ്റ് സൈഡിൽ കോൺസെൻട്രേഷൻ കുറച്ചാൽ എന്ത് പറ്റും? അങ്ങനെ ഓർത്ത് വെക്കാം. പ്രഷറിൽ എങ്ങനെയായിരുന്നു? ഇവിടെ വലിയ ഇക്വേഷൻ ആയിട്ടില്ല. എന്ന് പറഞ്ഞാല് പ്രൊഡക്റ്റ് സൈഡിലെയും റിയാക്ടർ സൈഡിലെയും നമ്പർ ഓഫ് മോൾസ് എടുക്കണം. എന്തെടുക്കണം? നമ്പർ ഓഫ് മോൾസ്. ഗ്യാസ് മാത്രം എടുക്കാവൂ. അതില് നമ്പർ ഓഫ് മോൾസ് ഹയറിൽ നിന്ന് എവിടേക്ക് പോകും? ലോവറിലേക്ക് പോകും. അപ്പൊ ഹയറിൽ ഇന്ന് ലോവറിലേക്ക് പോകുമ്പോൾ അത് ബാക്ക്വേർഡ് ആണെങ്കിൽ ബാക്ക്വേർഡ്, ഫോർവേഡ് ആണെങ്കിൽ ഫോർവേഡ് കേട്ടോ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ N2 + 3H2 ആണ്. അത് തന്നെയാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതിയേക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. N2 + 3H2 ഫോർവേഡ്, ബാക്ക്വേർഡ് 2NH3. ഇതെല്ലാം G ആണ്. ഇതിൽ പ്രഷർ അപ്ലൈ ചെയ്താൽ ഇത് ഫോർവേഡ് ആയിരിക്കും, ബാക്ക്വേർഡ് ആയിരിക്കും. ഇതിൽ പ്രഷർ അപ്ലൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർവേഡ് ആയിരിക്കും, ബാക്ക്വേർഡ് ആയിരിക്കും?
പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ജനറൽ അല്ലേ, ഒരുമിച്ചല്ലേ അപ്ലൈ ചെയ്യാം. പ്രഷർ അപ്ലൈ ആണ്, ജനറൽ ആണ്, എല്ലായിടത്തും കൂടി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും, ഏതായിരിക്കും ഫോർവേഡ്. ഇവിടെ നോക്കിയേ, ഇവിടെ എത്രയുണ്ട്, 3 + 1 എത്രയാ 4 ആണ്, ഓർത്തു നോക്കുക 4 മോൾ. ഇവിടെ എത്രയുണ്ട് 2 മോൾ. ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഹയർ ടു ലോവർ ആണ് എന്ന് പറഞ്ഞാൽ എന്താവും, ഫോർവേഡ്. മനസ്സിലായി? എവിടെയാണോ ഹയർ നമ്പർ ഓഫ് മോൾസ് ഓഫ് കേഷ്യസ് റിയാക്ടൻസ് ഉള്ളത് അവിടെ നിന്ന് ലോവറിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്നിട്ട് അത് വേർഡിൽ എഴുതുകയും വേണം. അപ്പൊ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടെ ഓരോന്നിനും എഴുതിയിട്ടുണ്ട്. കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആണെങ്കിൽ എന്തായിരിക്കും, എക്സോതെർമിക് ഉണ്ട്, എൻഡോതെർമിക് ഉണ്ട്. എക്സോതെർമിക്കിന് എന്ത് പറ്റും, എക്സോതെർമിക്കിൽ ഇവിടെ തന്നേക്കുന്നത് ഈ ക്വസ്റ്റനിൽ ΔH -92 ആണ് തന്നേക്കുന്നത്. അപ്പൊ എന്തായിരിക്കും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ നിങ്ങൾ പറ. ഇത് ΔH -92 ആണ് തന്നേക്കുന്നതാണ്, -92. മൈനസ് കണ്ടാൽ എന്തായിരിക്കും, അത് മൈനസ് കണ്ടാൽ എന്തായിരിക്കും പറ. ΔH മൈനസ് ആയ എന്താ പറയേ, എക്സോതെർമിക്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, മൈനസ് ആണ് കേട്ടോ. അപ്പൊ ΔH മൈനസ് ആണ്, എക്സോതെർമിക് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ബാക്ക്വേർഡ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ബാക്ക്വേർഡ്. എൻഡോതെർമിക് ആണ്. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അതിന് വേണം, ഹീറ്റ് വേണം. അങ്ങനെ ഹീറ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് പറ്റും അല്ലെ, അത് ഹീറ്റ് സപ്ലൈ ചെയ്യും. അപ്പൊ എന്താവും, ഫോർവേഡ് ആകും. ഹീറ്റ് സപ്ലൈ ചെയ്താൽ എന്താവും, ഫോർവേഡ്. ഇപ്പൊ ഇവിടെ പെട്രോൾ ഇട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവിടെ നിന്ന് ടെമ്പറേച്ചർ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ ആഡ് ചെയ്യണോ, വേണോ, വേണ്ട. കാരണം ആ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും അല്ലെ. വീണ്ടും ടെമ്പറേച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുണ്ടോ, ഇല്ല. അത് ഓൾറെഡി അവിടെ ആ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വീണ്ടും ടെമ്പറേച്ചർ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്തത് നേരെ തിരിച്ചു വരും, അതാണ് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ എക്സോതെർമിക് ആണെങ്കിൽ എന്താണ്, ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്ക്വേർഡ് ആകും. എൻഡോതെർമിക് ആണെങ്കിൽ എന്ത് പറ്റും, ഹീറ്റ് അബ്സോർബ് ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്യാണ് അല്ലെ. അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അതെന്താവും, ഫോർവേഡ് ആകും കേട്ടോ. ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ ഈ മാർബിള്, ആ മാർബിളിൽ ചൂടാക്കി എന്ത് പറ്റും, CaCO3 മാർബിൾ എന്ന് പറയുന്നത് അല്ലെ. അതിന് ചൂടാക്കിയത് എഗ് ഷെല്ല്, അതിന് ചൂടാക്കി എന്ത് പറ്റും, അപ്പൊ പൊട്ടും. എന്നിട്ട് CaO പൗഡർ ആവും അല്ലെ. അതിന് ടെമ്പറേച്ചർ കൊടുത്താൽ ഫോർവേഡ്, അത് പൊട്ടിക്കൊണ്ടിരിക്കും. അതിന് തണുപ്പിച്ച് എന്ത് ചെയ്യുമ്പോൾ പൊട്ടുവോ, പ്രൊഡക്റ്റ് കിട്ടുമോ, ഇല്ല, റിയാക്ഷൻ നടക്കില്ല ഉണ്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോ ഇവിടെ മൈനസ് ആണ് കാണുന്നെങ്കിൽ എക്സോതെർമിക്. എക്സോതെർമിക്കിലെ ടെമ്പറേച്ചർ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക്വേർഡ് ആകും കേട്ടോ. ഓർത്ത് നോക്കാം. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഇതെന്തായിരിക്കും, ആക്ച്വലി പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ഫോർവേഡ് ആകും കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നല്ല ഭംഗിയിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് നോക്കണം കേട്ടോ. ഓരോ ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻസ് രണ്ടും പാരലായിട്ട് പോകണം കേട്ടോ. ഒന്ന് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഒരു ബുക്ക് തന്നിട്ടുണ്ട്, രണ്ടാമത്തത് ഇത് കേട്ടോ. ഓക്കെ, മിഡിൽ ഏരിയയിലുള്ള ടോപ്പിക്കിലേക്ക് പോവാം. Question എഴുതിയിട്ട് find out the ionization constant of 0.1 ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൊളാരിറ്റി കേട്ടോ. ക്യാപിറ്റൽ എം തന്നിട്ടുണ്ട്. സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് 0.1 m ക്യാപിറ്റൽ എം. സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ്, solution of acetic acid which is 1.34 percentage 1.34% ionized at 298 Kelvin, at 298 Kelvin. 1.34 ionized at 298 Kelvin. Brackle degree of dissociation. Brackle degree of dissociation
degree of dissociation 0.0134. Degree of dissociation 0.0134. ഇത്രയാണ് ക്വസ്റ്റനിൽ തന്നേക്കുന്നത്. എന്തായിരുന്നു ഇക്വേഷൻ? വേഗം പറഞ്ഞേ. കെയുടെ ഇക്വേഷൻ നമ്മൾ ഇന്ന് എഴുതിയില്ല അല്ലേ? കെയുടെ ഇക്വേഷൻ എന്തായിരുന്നു? കെ അല്ലാതെ കെയുടെ ഒരു ഇക്വേഷൻ ഉണ്ടായി, അത് ഇന്ന് എഴുതാൻ വിട്ടുപോയ ഇക്വേഷനാണ്. സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. കേട്ടോ, നമ്മൾ ഇതിനു മുമ്പത്തെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കെ ഈക്വൽ ടു എന്തായിരുന്നു? സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. കെ ബിയുടെയും സെയിം ആണ് അല്ലെ? കെ എ ഓർ കെ ബി എന്റെ ഇക്വേഷൻ ആണ് കെ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. കെ ആണ് കണ്ടെത്തേണ്ടത്. വേഗം കണ്ടെത്തിക്കും. കിട്ടിയോ? സി എത്രയാണ്? സി ഓൾറെഡി തന്നിട്ടുണ്ട്. മൊളാരിറ്റി സി ആണ് മൊളാരിറ്റി 0.1 അല്ലെ? അപ്പൊ സി ഓൾറെഡി തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ എന്താ? മൊളാരിറ്റി ആണ്, ക്യാപിറ്റൽ എം ആണ്. 0.01. 01 ആണോ 1 ആണോ? 0.1. ഓക്കെ, 0.1 തന്നിട്ടുണ്ട് അല്ലെ? ഞാൻ ആൽഫ എന്ന് പറയുന്നതാണ് പെർസെന്റേജിൽ വരുന്നത് അല്ലെ? അത് അവര് കറക്റ്റ് ആയിട്ട് 0.0134 അല്ലെ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഭയങ്കര എളുപ്പമല്ലേ? കെ ഈക്വൽ ടു കണ്ടെത്തി 0.1 ഇൻറ്റു ആൽഫയുടെ വാല്യൂ കൊടുക്കുക 0.0134 the whole square divided by 1 minus 0.1. ഇങ്ങനെയൊക്കെ വന്നാൽ ഈ 0. മൾട്ടിപ്ലിക്കേഷന്റെ ഏരിയയിലെങ്കിലും നിങ്ങൾ 1 ഇൻറ്റു 10⁻⁻1 ഇത് തന്നു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾ എഴുതുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് എഴുതുമ്പോൾ ഇത് 1.34 ഇൻറ്റു 10⁻, ഇത് 2 ഡിജിറ്റ് ആണ് മാറ്റിയേക്കുന്നത്. അപ്പൊ -2 the whole square. എറർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കര എറർ ആയിരിക്കും വരുന്നത് കേട്ടോ. ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.1. 1 മൈനസ് 0.1 എന്നൊക്കെ പറയുമ്പോൾ എത്ര കിട്ടും? 0.9 കിട്ടും അല്ലെ? ഓ, ആൽഫ അല്ലേ? 0.0134 ആണല്ലേ ഇവിടെ? ആൽഫ അല്ലേ ഇത്? മറ്റേ സി അല്ലേ ഇത് വന്നിരുന്നത്? ഇത് 0.013. സി ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ അല്ലേ? അല്ലേ? ആൻസർ വരുന്ന 1.82 ഇൻറ്റു 10⁻⁻5. (1.82 into 10⁻⁻5) കേട്ടോ ആൻസർ വരുന്നത്. Next question എഴുതിക്കോ കേട്ടോ. The concentration of അടുത്ത ക്വസ്റ്റ്യൻ എഴുതിച്ചു. The concentration of the sulfuric acid solution is the concentration of sulfuric acid solution is 0.01. The concentration of the sulfuric acid solution is 0.01 molar
Then calculate its pH. Then calculate its pH. Then calculate its pH. Concentration of sulfuric acid solution is 0.01 m molarity. Then calculate its pH. Then calculate its pH. Then calculate its pH. ഇത് നിങ്ങൾ തനിയെ കിട്ടണം കേട്ടോ. പി എച്ച് ഡി ഇക്വേഷൻ ഒക്കെ അറിയാവുന്നല്ലോ. വേഗം പറ. ചെയ്തത് എനിക്ക് കാണണം. 0.01. എക്സ്പ്രസ് വന്നിട്ടില്ല. എത്രയാ? .01 തന്നെ എങ്ങനെ എഴുതണം എന്നാണ് കുറച്ച് ദിവസം പറഞ്ഞിട്ടുണ്ട്. എച്ച് പ്ലസ് എപ്പോഴും എന്തിന്റെ ബേസിൽ എഴുതാവോ? എച്ച് പ്ലസ് അല്ലേ ഇത്? ഇത് എങ്ങനെ എഴുതണം? എപ്പോഴും 10ന്റെ പവറിൽ എഴുതണം. 0.01 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 10⁻⁻². ശരിയല്ലേ? ലോഗ് 10⁻⁻² എന്ന് പറഞ്ഞാൽ എത്രയാ? 2 കേട്ടോ. ഓക്കെ, മൈനസ് മൈനസും പ്ലസ് ആവും അല്ലേ? അതുകൊണ്ടാ 2 വരുന്നത് കേട്ടോ. ഓക്കെ, 2 ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നേക്കുന്ന കേട്ടോ. ഓക്കെ, ഫാസ്റ്റ് ട്രാക്കിലെ ക്വസ്റ്റ്യൻസും അതുപോലെ ബുക്കിലെ ക്വസ്റ്റ്യൻസും, ഈ 2 ക്വസ്റ്റ്യൻസും കമ്പൈൻ ചെയ്ത് ഓരോ ചാപ്റ്ററിലെയും 50 ക്വസ്റ്റ്യൻ സ്ട്രെങ്ത്, 100 ക്വസ്റ്റ്യൻ സ്ട്രെങ്ത് അങ്ങനെ ഉണ്ടാക്കി എടുക്കണം ഓരോ ചാപ്റ്ററിനെയും കേട്ടോ. ഓക്കെ, പ്രയോറിറ്റി കൊടുക്കേണ്ടത് ലാസ്റ്റ് 6 ചാപ്റ്റേഴ്സ്, അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത് നന്നായിട്ട് പ്രയോറിറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പ്രയോറിറ്റി കൊടുത്ത് അങ്ങനെ ലാസ്റ്റ് 6ന്റെ ഒരു 100 ക്വസ്റ്റ്യൻ സ്ട്രെങ്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ വെച്ച് പഠിച്ചാൽ മതി. ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും ഓർക്കണ്ട, നല്ല മാർക്ക് കിട്ടിക്കോളും കേട്ടോ. ഓക്കെ, മൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ,